ലഹരിക്കേസിൽ വി.ഡി. സതീശന്റെ നുണക്കഥ പൊളിയുന്നു. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കാസർഗോഡ് MDMA ലഹരിക്കേസ് പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈനുമായുള്ള ബന്ധത്തെപ്പറ്റി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ നുണക്കഥ പൊളിയുന്നു. നവകേരള സദസ്സിന് ശേഷമാണ് പ്രതിയെ കണ്ടതെന്ന സതീശന്റെ അവകാശവാദം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവന്നു. 2023 നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നവകേരള സദസ്സ് നടക്കുന്നത്. അന്നത്തെ സംഘർഷത്തിൽ പരിക്കേറ്റപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഹുസൈനെ ആദ്യമായി കാണുന്നതെന്നും ഫോണിൽ വിളിച്ചതെന്നുമാണ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇതിനും 2 വർഷം മുൻപ് 2021 സെപ്റ്റംബറിൽ വി.ഡി. സതീശനോടൊപ്പം നിൽക്കുന്ന ചിത്രം ഹുസൈൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ധനവകുപ്പിൽ ഭരണ പ്രതിസന്ധി. ബജറ്റ് പ്രഖ്യാപനങ്ങൾ പോലും നടപ്പാക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വിഹിതത്തിലും തീരുമാനമായില്ല. വിവിധ വകുപ്പുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിലും തീരുമാനം നീളുകയാണ്. സാമ്പത്തിക വർഷത്തിൽ പ്രാഥമികമായി നടക്കേണ്ട യോഗങ്ങൾ പോലും നടന്നിട്ടില്ല. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഉദ്യോഗസ്ഥരുടെ അമർഷവും ഉയരുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കും നിരന്തര ആവശ്യങ്ങൾക്കും ഒടുവിൽ ഇതുവരെ സഭയിലെത്താതിരുന്ന ഷാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായി ഇന്നാണ് എത്തിയത്. എന്നാൽ ഒരക്ഷരം പോലും സഭയിൽ പറയാതെ സഭ പിരിയുകയായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമെന്നും അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളിൽ നിർണായകമായ MP ഫണ്ട് വിനിയോഗത്തിൽ കേരളം പിന്നിൽ. കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയുടെ 20.58% മാത്രമാണ് സംസ്ഥാനത്തെ പാർലമെന്റ് അംഗങ്ങൾ ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത്. രാജ്യസഭാംഗമായ BJP നേതാവ് C. സദാനന്ദൻ മാസ്റ്റർക്ക് അനുവദിച്ച 7.35 കോടിയിൽ നിന്നും 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ല. കോൺഗ്രസ് നേതാവും കോഴിക്കോട് MPയുമായ MK രാഘവൻ 5.23%, മുസ്ലിം ലീഗ് നേതാവും പൊന്നാനി MPയുമായ ഡോക്ടർ MP അബ്ദുസമദ് സമദാനി 7.32%, കോൺഗ്രസ് നേതാവും വടകര MPയുമായ ഷാഫി പറമ്പിൽ 10.61%, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 10.89%, വയനാട് MP പ്രിയങ്ക ഗാന്ധി 28.34% മാത്രമാണ് MP ഫണ്ട് ചിലവഴിച്ചത്. ഉപയോഗശൂന്യമായ കറൻസി നോട്ടുകൾ നശിപ്പിക്കുന്ന യന്ത്രത്തിൽ കുടുങ്ങി റിസർവ് ബാങ്ക് ഓഫീസിലെ കരാർ ജീവനക്കാരന് ദാരുണാന്ത്യം. ബംഗളൂരു സ്വദേശിയായ അശോകാണ് കൊല്ലപ്പെട്ടത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസിലായിരുന്നു സംഭവം. ബാങ്കിനായി കരാർ അടിസ്ഥാനത്തിൽ നോട്ടുകൾ നശിപ്പിക്കുന്ന മെഷീനുകളുടെ പരിപാലനവും ടാസ്കുകളും ഏറ്റെടുത്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു അശോക്. ടിക്കറ്റേതര വരുമാനം ലക്ഷ്യമിട്ട KSRTC നടപ്പിലാക്കിയ KL15 കുപ്പിവെള്ള വിതരണ പദ്ധതി നിർത്തലാക്കുന്നു. കണ്ടക്ടർക്ക് 2 രൂപയും ഡ്രൈവർക്ക് 1 രൂപയും വീതം ഇൻസെന്റീവ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും വിതരണം കാര്യക്ഷമമായില്ല. ഇതോടെ ഡിപ്പോകൾ കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയിലേക്ക് മാറിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തിരിച്ചടിയായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലാവധി കഴിയുന്നതുവരെ യുദ്ധം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകാൻ ഇറാന് സാധിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ. സംഘർഷം നീട്ടിക്കൊണ്ടുപോയി ശത്രുവിനെ തളർത്തുന്നതിലൂടെ ഭാവിയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ കഴിയുമെന്ന് IRGC കമാൻഡർ ഇൻ ചീഫിന്റെ മുതിർന്ന ഉപദേഷ്ടാവായ മുഹമ്മദ് റസ നഖ്തി വ്യക്തമാക്കി. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ച ഹൽദ്വാനിയിലെ രാംലീല ഗ്രൗണ്ടിൽ നടന്ന ശുദ്ധികലശ ചടങ്ങിനെ ചൊല്ലി ഉത്തരാഖണ്ഡിൽ കോൺഗ്രസും BJPയും തമ്മിൽ തർക്കം. ഉത്തരാഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന കോൺഗ്രസ് റാലിയിൽ ഖാർഗെ പ്രസംഗിച്ച വേദിയാണ് 3 ദിവസങ്ങൾക്ക് ശേഷം ശ്രീരാമസേന ധർമാർത്ഥ സേവാ സംഘങ്ങൾ ശുദ്ധികലശം ചെയ്തത്. സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.
US ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദങ്ങളിലൊന്നായ കാർലൈൻ ലെവിറ്റ് വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി പദവിയിൽ നിന്ന് പടിയിറങ്ങുന്നു. മക്കളോടും കുടുംബത്തോടുമൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനായാണ് സ്ഥാനമൊഴിയുന്നതെന്ന് 28-കാരിയായ കാർലൈൻ വ്യക്തമാക്കി. ഈ മാസം അവസാനത്തോടെ ഇവർ ചുമതല പൂർണ്ണമായും കൈമാറും. നിലവിൽ പ്രസ് സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുതിർന്ന ഉപദേശക എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ ഭാഗമായി അവർ തുടരുമെന്ന് US പ്രസിഡന്റ് അറിയിച്ചു. സംസ്ഥാനത്ത് 2 ദിവസത്തെ ഇടവേളയ്ക്കു ശേഷം കാലവർഷം വീണ്ടും കടുക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ മഴ വൻതോതിൽ ശക്തി പ്രാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. വടക്കൻ കേരളത്തിലാണ് നിലവിൽ മഴ മുന്നറിയിപ്പുകൾ കൂടുതലുള്ളത്. ഇന്ന് വടക്കൻ ജില്ലകളായ കണ്ണൂരിലും കാസർഗോട്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.